നമ്മളിന്ന് പുതിയൊരു ലെറ്റർ പരിചയപ്പെടുത്തുക. ഈ ലെറ്റർ നമുക്കൊക്കെ അറിയാം. ഏതാണ്? ദാല് എന്നുള്ള ലെറ്റർ അല്ലെ? ഈ ദാല് എന്നുള്ള ലെറ്റർ നേരെ മുകളിലേക്ക് നമ്മൾ പോകും. നിങ്ങൾക്ക് കാണാൻ കഴിയും. നേരെ മുകളിൽ പോയി അവിടെ ടച്ച് ചെയ്തതിന് ശേഷം കൃത്യമായി നമ്മൾ എന്ത് ചെയ്തു? താഴേക്ക് ഇതേ പോയിന്റിലേക്ക് തന്നെ വന്നു. കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നേരെ ലൈൻ ചെയ്യും. ഈ അക്ഷരത്തിൽ നമ്മൾ അറബിക്കിലെ ഹാ എന്ന് പറയും. എന്താണ്? ഹാ. ഈ ഹാ തന്നെ വേറൊരു രൂപത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ ദാലിട്ട് നേരെ മുകളിൽ ഏകദേശം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹാ നമുക്ക് കിട്ടും. ഓക്കെ. ഇനി ഈ ഹാ ഒരു പദത്തിന്റെ ആദ്യത്തിൽ വരുമ്പോൾ ഒരു രൂപമുണ്ട്, മിഡിൽ വരുമ്പോൾ ഒരു രൂപമുണ്ട്, അവസാനത്തിൽ വരുമ്പോൾ ഏകദേശം ഈ ഹാ ആണ് വരിക. ശ്രദ്ധിക്കുക. ഒരു പദത്തിന്റെ ആദ്യത്തിൽ വരുന്ന ഹാ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ആദ്യം താഴെ നേരെ മുകളിൽ പോയി അതേ പോയിന്റിലേക്ക് തിരിച്ചു. ഇതാണ് ഒരു പദത്തിന്റെ ആദ്യത്തിൽ എഴുതുന്ന ഹാ. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യത്തിൽ എഴുതുന്ന ഹാ. ഇനി ഹാ ഒരു പദത്തിന്റെ സെൻട്രൽ വരികയാണെന്നുണ്ട്. സെൻട്രൽ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ താഴേക്ക് നമ്മൾ വരും. ഫസ്റ്റ് സ്റ്റെപ്പ് താഴേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നേരെ മുകളിലേക്ക് പോകാൻ ശ്രദ്ധിക്കണം. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ വളഞ്ഞ് അതേ ലൈനിലൂടെ തന്നെ തിരിച്ചു പോകും. ഏകദേശം ഒരു ബി, ഇംഗ്ലീഷ് ലെറ്റർ ബി എന്നുള്ള ലെറ്ററിന്റെ ഒരു ലുക്ക് ഉണ്ട് അല്ലേ? വീണ്ടും ഇതിന് കുറേ പോയി കഴിഞ്ഞാൽ ഇതാണ് സെൻറ്ററിൽ വരുന്ന ഹാഫിന്റെ രൂപം. ജസ്റ്റ് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ ഈ ഹായിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് കൊടുത്ത് ദാല് പോലെ എഴുതിയതിനു ശേഷം ഓക്കെ ഈ രൂപത്തിൽ. അപ്പൊ ഇങ്ങനെയാണ് ഒരു പദത്തിന്റെ ആദ്യത്തിലും മിഡിലും അവസാനത്തിലും ഹാ വരുന്നത്. ഇനി നമുക്ക് മൂന്ന് വേർഡുകളോട് എഴുതി നോക്കാം. ഫസ്റ്റത്തെ വേർഡ് ഹജ്മ്. ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാം ഇതിന്റെ ആദ്യത്തെ രൂപമാണ്. ഓക്കെ. ഇനി രണ്ടാമത് നമ്മൾ എഴുതാൻ പോകുന്നത് ഹാഫിന്റെ മിഡിൽ രൂപമാണ്. ഇവിടെ ഹാഫിന്റെ മിഡിൽ രൂപമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത വേർഡ് ഇവിടെ ഹാന്റെ അവസാനത്തെ രൂപമാണ് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം ഹാന്റെ 3 രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 തരത്തിലുള്ള ഹാഫും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. താങ്ക് യു.